ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കഴിഞ്ഞ 2 മാച്ചസും പറഞ്ഞാണ് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അത്രത്തോളം ഒരു എഫക്റ്റീവായിട്ട് വരുന്നില്ല എന്നുള്ളത്. സോ ഫസ്റ്റ് മാച്ചിൽ അത് പറഞ്ഞാണ്. ഇപ്പം കഴിഞ്ഞ മാച്ചിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒക്കെ ഉറപ്പായിട്ടും ഒരു ഫാക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു 2 ഗോളിൽ എന്നുള്ളതാണ്. അപ്പം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വരുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലോ. ഇപ്പം ലൂണയുടെ ഒരു അഭാവം നമുക്കറിയാം. നമ്മുടെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ലൂണ എന്നുള്ളത്. അദ്ദേഹത്തിന് കഴിഞ്ഞ 2 മാച്ച് കളിക്കാൻ സാധിച്ചില്ല. എന്നാണെങ്കിലും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം കളിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഗുവാഹത്തിയിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ലൂണ ടീമിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു വിദേശ താരത്തെ കുറയ്ക്കണമല്ലോ. കാരണം 4 വിദേശ താരങ്ങളല്ലേ ഫസ്റ്റ് 11 കളിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ബാധിക്കുമോ, അല്ലെങ്കിൽ ഏത് താരത്തെ ആയിരിക്കും ഒഴിവാക്കാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. സെൻട്രൽ ഫോർവേഡിൽ കളിക്കുന്ന പ്ലെയർ ഒന്നെങ്കിൽ ഹെസൂസ് കളിക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെപ്ര, അങ്ങനെ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പം അവിടെ എന്താണെങ്കിലും ഒരു ഇന്ത്യൻ താരത്തെ ഒന്നും നിലവിലത്തെ സാഹചര്യത്തിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ലെഫ്റ്റ് വിങ്ങിൽ നോവയാണ്. നോവ ഇപ്പം നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു പ്ലെയറാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ചിലപ്പോൾ ഒരു കളിയുടെ ഒരു ഇതിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ, എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് മാച്ചിൽ തന്നെ നമ്മൾ അത് കാണുകയും ചെയ്തതാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധ്യത കൂടുതലുള്ള 2 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് കൊയ്ഫും മിലോസുമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ ഒഴിവാക്കാം. അപ്പം കൊയ്ഫ് മിഡ്ഫീൽഡിൽ ആണ് കളിക്കുന്നത്. അപ്പം മിഡ്ഫീൽഡിലേക്ക് ലൂണ വരുമ്പോഴത്തേക്കും കൊയ്ഫിനെ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ ക്രിയേറ്റിവിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുന്ന കാര്യത്തിലും ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഫ്രെഡിയെ കളിച്ചപ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊയ്ഫ് വന്നതിന് ശേഷം ആസ് എ DM എന്ന നിലയിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർസെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കണക്കുകളിൽ 1 ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് ISL. അദ്ദേഹത്തിൻ്റെ ഡുവൽസ് ആണെങ്കിലും ടാക്ലിംഗ് ക്ലിയറൻസ്, ഈ പല കാര്യങ്ങളും ഡിഫൻസീവ് ആസ്പെക്റ്റിൽ തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാസിംഗ് ആക്യുറസിയിലൊക്കെയാണ് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ലൂണ ഇപ്പം മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ഇന്ത്യൻ താരത്തെ, അതിപ്പം ഫ്രെഡിക്കാണ് ഹൈലി ചാൻസസ്. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അസർ വന്ന് ആ പൊസിഷനിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പം ഈ സാഹചര്യത്തിലൊക്കെ ഇപ്പം നിഖിൽ പ്രഭു പഞ്ചാബ് FC നമ്മൾ നോക്കിയിട്ടുള്ളൊരു പ്ലെയറാണ്. നമ്മൾ എത്തിക്കാൻ സാധ്യത ഹൈലി ഒരു ചാൻസസ് കൽപ്പിച്ചിരുന്നു. പിന്നീട് അത് സംഭവിക്കാതെ ഇപ്പോൾ അദ്ദേഹം പഞ്ചാബ് FC ബെസ്റ്റ് പെർഫോമൻസ്, ഇപ്പം ISL സ്റ്റാർട്ട് ബേസ് നോക്കുമ്പോഴത്തേക്കും സോഫാർ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് ഒക്കെ നടത്തിയ പ്ലെയർ എന്ന നിലയിൽ നിൽക്കുന്നു. ഇപ്പം ലാസ്റ്റ് മാച്ചിൽ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. നല്ല പെർഫോമൻസ്, എന്താണ് ഒരു ബിഗ് മിസ് തന്നെയാണ്. അപ്പം അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ തലവേദനകളൊക്കെ എന്താണെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. സോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ മിലോസിനെ ഒഴിവാക്കേണ്ടി വരും. അപ്പം മിലോസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇന്ത്യൻ ഡിഫൻസ് കളിപ്പിക്കേണ്ടി വരും. നമുക്കിപ്പം ഹോമിപ്പാമയും പ്രീതത്തിനെയൊക്കെ വെച്ച് കളിപ്പിക്കാം. പക്ഷേ ഇപ്പം നോർത്ത് ഈസ്റ്റിനെതിരെയൊക്കെയാണ് അടുത്ത മാച്ച് കളിക്കാൻ പോകുന്നതെങ്കിൽ അവരുടെ അറ്റാക്കിങ് വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ഗുല്ലമോ, അലാദീൻ, ജിതിൻ എമ്മസിനെ പോലത്തെ താരങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് നമ്മുടെ വിങ് ബാക്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഒരു ബാലൻസ് ഇല്ലായ്മ ഇപ്പം തന്നെ ഉണ്ട്. അതെങ്ങനെ നമ്മൾ സോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഫോർ മീ ഞാൻ പറയുകയാണെങ്കിൽ കൊയ്ഫിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആസ് എ CB എന്ന നിലയിലെങ്കിലും. കാരണം പുള്ളി ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ് എന്നുള്ളത് പ്രൂവ്ഡാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു CB DM ആയിട്ട് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇത് വരുന്നത്. അപ്പം അദ്ദേഹം ഒരു CB വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം, അദ്ദേഹം ഒരു നല്ല ലീഡറാണ്. ആസ് എ ടീം പ്ലെയർ എന്ന നിലയിൽ ഒരുപാട് ക്വാളിറ്റീസൊക്കെ ഉണ്ട്. അത് നിങ്ങളൊക്കെ കഴിഞ്ഞ മാച്ചസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഫീൽഡിലുള്ളത് ഡിഫെൻസീവ്ലി തീർച്ചയായിട്ടും ടീമിന് നല്ലതായിട്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോച്ച് ഏത് തരത്തിലായിരിക്കും, അത് മിലോസിനെ തന്നെ ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുക, കൊയ്ഫിനെ പറഞ്ഞ പോലെ ഒരു യൂട്ടിലിറ്റി പ്ലെയർ എന്ന നിലയിൽ കീപ്പ് ചെയ്യാനായിരിക്കും സാധ്യത. എന്താണെങ്കിലും നമുക്കിപ്പം ലൂണ വരുമ്പോഴത്തേക്കും മറ്റൊരു പൊസിഷനിലൊരു ബാലൻസ് പ്രശ്നം വരുന്നു. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ആണ് അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ ചലഞ്ച്. അത് ഓവർകം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. സോ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ആ ഒരു ലൂണയുടെ ഒരു ഇതിലൂടുകൂടി നമുക്ക് ഏതെങ്കിലും പൊസിഷൻസിൽ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.